ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കേരള യാത്ര നടത്തിയതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം മഹാനരായ നൗഷാദ് ഹസനി വളരെ വിശദമായി അരീക്കോട് പ്രഭാഷണത്തിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവരെ സംബന്ധിച്ച് താമരശ്ശേരിയിൽ നിന്ന് പറഞ്ഞിരുന്നു, വിശദീകരിക്കാൻ ടൈമില്ലല്ലോ. ഇന്നലെ അരീക്കോട് മനുഷ്യർക്കൊപ്പം എന്ന നിങ്ങളുടെ പ്രമേയം നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിയാന്നൊക്കെ അതാണുള്ള പണി. നൗഷാദ് ഹസനി പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട. നിങ്ങൾക്കൊരു പറ്റിയ ഒരാളെ കൊണ്ട് ഞാനൊന്ന് പറയിപ്പിക്കാം. ആളൊന്ന് പറയട്ടെ, എന്തേ നോക്കാം നമുക്ക്. എന്തുകൊണ്ടാണ് പ്രതാപൻ എന്ന് പേരുള്ള താങ്കൾക്ക് AP ഉസ്താദിനോട് ഇത്ര ഇഷ്ടം എന്ന് നിങ്ങൾ ചോദിക്കുന്നതായി ഞാൻ കാണുന്നു, നിങ്ങൾ ചോദിച്ചതായി വിശ്വസിക്കുന്നു. അതിനുത്തരമുണ്ട്. ഈ യാത്രയുടെ പ്രമേയത്തിലുണ്ട് അതിന്റെ ഉത്തരം. ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ്. അത് തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം. ഉസ്താദിനെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്നതിനുത്തരം ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ് എന്നത് തന്നെയാണെന്ന് 1000 നാവുൾ അനന്തനെ പോലെ പറയാൻ അവസരം വിനിയോഗിക്കുകയാണ്. ഈ ഉസ്താദ് എല്ലാവരുടെയും ആളാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളയാളാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ആളാണ്. 1000 ഉദാഹരണങ്ങൾ എണ്ണി പറയാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നു. ഉസ്താദ് എല്ലാവരുടെയും ഉസ്താദാണ് എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. ഒറ്റ കാര്യം മാത്രം. ഒരു മലയാളി പെൺകുട്ടി യമനിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. വധശിക്ഷ കാത്തുകിടക്കുമ്പോ അവളെ രക്ഷിക്കാൻ അവിടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഇടപെട്ടത് ആരാ? ഇവിടെ ഇരുന്ന് ഇവിടെ അല്പനിമിഷം മുമ്പ് നമ്മളോട് സംസാരിച്ച അല്പം കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സാക്ഷാൽ AP ഉസ്താദാണ്. യമനിൽ ജീവൻ തൂക്കിലേറ്റാൻ വേണ്ടി പോകുന്ന, വധശിക്ഷയ്ക്ക് വേണ്ടി പോകുന്ന ഒരു മലയാളി പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ഇടപെട്ടത്. ആ പെൺകുട്ടി സുന്നിയാണോ? ആ പെൺകുട്ടി ഇസ്ലാം മതവിശ്വാസിയാണോ? ആ പെൺകുട്ടിയെ ഉസ്താദ് കണ്ടത് മനുഷ്യനായിട്ടാ. അതുകൊണ്ട് തന്നെയാണ് AP ഉസ്താദിനെ ഏതെങ്കിലും ഒരാളുടെ മാത്രം ഉസ്താദല്ല, എല്ലാ മനുഷ്യരുടെയും ഉസ്താദായി, എല്ലാ ദൈവവിശ്വാസികളുടെയും ഉസ്താദായി, കാരുണ്യം ആഗ്രഹിക്കുന്ന, കരുണ ആഗ്രഹിക്കുന്ന, ദീനാനുകമ്പയിൽപ്പെട്ട എല്ലാവരുടെയും ഉസ്താദായിട്ടാണ് ഈ നാട് കാണുന്നത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയാൻ അവസരം വിനിയോഗിക്കുകയാണ്. കേട്ടല്ലോ. ഞങ്ങളെ നേർക്ക് കുതിര കയറാൻ വന്നാൽ ഇന്ത്യ രാജ്യമാണ്, നിയമപരമായി ഞങ്ങൾ നേരിടും. ഓർമ്മ വേണം. അപ്പൊ നിങ്ങളെ കയ്യിൽ നിങ്ങൾ നിരായുധരാ, നിങ്ങള് ഒരു കുന്തവും നിങ്ങളെ കയ്യിലില്ല. ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ പടച്ച റബ്ബേ, അപ്പൊ എത്രത്തോളം പാറക്കല്ലാകണം മനസ്സ്, എത്രത്തോളം തരം താഴണം ആ ഒരു വിഭാഗം. മശായിഖൻ, ഇപ്പൊ മടവൂര് ഷെയ്ഖുന, നിങ്ങൾ ഉറൂസ് നടത്തണില്ലേ ഷെയ്ഖുന, ആ ഷെയ്ഖുന ഏതെല്ലാം രൂപത്തിൽ നടന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാളി. എന്താണില്ലേ പടച്ചവനെ, പണ്ഡിതന്മാരെ മുഴുവനും ആക്ഷേപിക്കുന്ന രൂപത്തിലാണ് ഈ കൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ മനക്കോട്ടുണ്ടല്ലോ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടക്കുന്ന പോലെ, പേരോളത്തുൽ ഇമാം മൗലവി നടക്കുന്ന പോലെ, ഞങ്ങളുടെ അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരും എല്ലാ സമയത്തും വെള്ള ജുബ്ബയിട്ട് തലപ്പാവ് ധരിച്ച് മൊയിലേരായി നടക്കണം എന്നുള്ളത് അത് ലോകത്ത് നടക്കാൻ പോണല്ലേ കൂട്ടരെ. ഒരു 10,000 കോടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വന്നാലും ഞങ്ങളെ മശായിഖന്മാരെ രോമമാവാൻ കഴിയില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ആ ബാക്കിൽ 3-4 വെറുതെ അങ്ങനെ ചാരി വെച്ച മാതിരി ഇരിക്കണ്. അല്ലാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടി ഇരിക്കണേ.
ചിരി വരും. ഇവൻ ഓരോരോ സഫാത്ത് വിളിച്ചു പറയും. അപ്പോൾ മൈക്കിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഉറക്കൊരു സഫാത്ത് പറഞ്ഞാൽ അതിൻ്റെ കാര്യം മനസ്സിലാവൊന്നും വേണ്ട, അള്ളാഹു അക്ബർ എന്ന് പറയും. മുന്നിൽ നിന്ന് കുറേ കുട്ടികളും കാണാൻ തെക്കുവരില്ലാണ്. ഇത് എന്തൊരു വർഗം റബ്ബേ. ത്വരീയക്കത്തി അസ്വഹാബുൽ വക്കത്തിൻ്റെ നിർദ്ദേശമാണല്ലോ. എന്നിട്ടല്ലേ നിങ്ങൾ അവരെ അളക്കാൻ? അവർക്ക് ഇഷ്ടമുള്ള വേഷത്തിൽ അവർ നടക്കും. നിങ്ങളാരാ ചോദിക്കാൻ? നിങ്ങളെ ഊരമ്മല ഓല് നിങ്ങൾ വരെ പുറത്താക്കി എന്നല്ലേ പറഞ്ഞു. നിങ്ങൾ വേറെ വഴി നോക്കിക്കോളി. ഓൽക്ക് ഇഷ്ടമുള്ള വേഷത്തിൽ നടക്കും. അവരേത് വേഷത്തിൽ നടന്നാലും ഞങ്ങൾക്ക് അവരെ ഏറ്റവും ഇഷ്ടമാണ്. മനസ്സിലായ നിങ്ങൾക്ക്? ഞങ്ങളെ പിന്തിരിപ്പിക്കാനല്ലേ നിങ്ങൾ ഈ പണി നോക്കണേ. നിങ്ങൾ വേറെ ജന്മം ജനിച്ചിട്ട് കൊണ്ടുവരുമോ? എന്നിട്ട് ഇങ്ങനെ പറയാ എന്താ തലപ്പാവ് ധരിക്കാത്തത്? എൻ്റെ പിന്നെ ഭരണത്തിലല്ലേ ഓല നടത്തം. ഓല നിർദ്ദേശത്തിൽ നടക്കുന്നവരാ. അത് അവിടെ സൂക്കിൽ പോകുമ്പോൾ ഏത് വേഷത്തിൽ വേണമെന്ന് ഓൽക്കറിയാം. അത് തല തുറന്നിട്ട് ചിലപ്പോൾ നടക്കും, തലപ്പാവ് കെട്ടിയിട്ട് ആ കഴിഞ്ഞ് വഴുതിന് വരും. അതൊക്കെ ഓല ഇഷ്ടല്ലേ. നിങ്ങൾക്ക് പറ്റില്ല മാറി നാളിയും ഞങ്ങളില്ലേ കൂടെ. നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാക്കാത്തത്? അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു ചുക്കും പറയാനില്ല. അവരുടെ വേഷത്തിൽ ഒരു മൊയിലേറി എന്നുള്ള ഗണത്തിൽ നിങ്ങൾ പോലെ കൂട്ടേ വേണ്ട. ഹലാലാന്ന് വിചാരിച്ചെല്ലാം ചെയ്യാൻ പറ്റുമോ? അത് ത്വരീഖത്ത് അവിടെ കട്ടെ, ശരീഅത്ത് തന്നെ പറ്റും. ശരീഅത്തായി ജീവിക്കണ ഒരാൾ തന്നെ ഇപ്പൊ ഈ അങ്ങാടിക്കൂടി ഇങ്ങനെ കടലി തിന്നിട്ട് ഒരു വലിയ പണ്ഡിതങ്ങ നടക്കുക. അതുകൊണ്ട് മുറുവത്തിന് കേടാ. പണ്ഡിതെന്ന് മാത്രമല്ല, ഒരു നാട്ടിലെ കാരണവല ഓനൊരു ഷെഡിങ് കുപ്പായിട്ട് നടന്ന എന്തായാലും അർത്ഥമുള്ളത്. ഷെഡി മുട്ടേരൊക്കെ മറിഞ്ഞിട്ടുണ്ട്, സംഭവം അവർക്കൊന്നും കാണില്ല. എന്നാലും ഓനൊരു മട്ടുണ്ട്. ഒരു ആലിം, ഒരു വലിയ മുദരീസാണ്. ഓന് കൈക്കോട്ടും പിടിച്ച് പോവാ. ചെയ്യണ്ട, ഞാൻ അപ്പുറത്തെ മേമാക്കാട് ഒരു വായ കളക്കാൻ പറഞ്ഞു, അതിന് പോവാ. അത് ഓന്റെ മുറുവത്തിന് പറ്റില്ല. ഓന്റെ വീട്ടിൽ വാണി വായ ഉണ്ടായിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഇതിനൊക്കെ ഒരു മുറുവത്തും ഒരു മനുഷ്യത്വം ഉണ്ട്. അത് തീർത്തും ചെയ്യാന്നുള്ള ശരീഅത്ത് തന്നെ ഉള്ളതാണ്. ത്വരീഖത്താവുമ്പോ ശരീഅത്തിന്റെ ഏറ്റവും കൃത്യമായ പടിയാണത്. ഈ കൂട്ടരാണിപ്പോ ആദർശം എന്നും പറഞ്ഞ് ഇവര് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഷഹർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണിച്ചു. ഞങ്ങൾക്ക് ആദ്യം ഒരു ഷഹർ മുബാറക്ക് എടുത്തു. എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷഹർ മുബാറക്കിൽ അത്രങ്ങൾ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്തറിന്റെ അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നവരുണ്ട്, നേല് വന്നതാണ്. പടച്ച റബ്ബേ, എന്തെല്ലാമാണ് ഈ കേൾക്കുന്നത്. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് കള്ളത്തരം നടത്തി. ഇതൊന്നും ആരും കേൾക്കാനില്ലേ? ഏതായാലും ഇവർക്ക് ഈ ഉണ്ടായ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ കാരണം ഒന്ന്, ഇപ്പൊ ഇ കെ ഉസ്താദിനെ തന്നെ നമ്മൾ എടുക്കുക. ഇ കെ ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് നീങ്ങിയതിന്റെ ശേഷം, അതിന് മുമ്പുള്ള പിന്നെ എടുത്തിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ പല ജീവിതത്തിലും ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഇബ്നു അബ്ദുസ്സലാമിനെ കുറിച്ച്, സുൽത്താനുൽ ഉലമാനെ കുറിച്ച് പറയുമ്പോൾ ആദ്യകാലത്ത് ഇബ്നു അറബി തങ്ങൾ എതിർത്ത കാലുണ്ട്. ആ കാലത്തിന് ശേഷം പിന്നെ മൂപ്പര് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ഷാദുൽ ഇമാമിന്റെ ആളായി ജീവിച്ച് മുന്നോട്ട് പോയതിനു ശേഷം എന്ന് പറഞ്ഞ പോലെ ഇ കെ ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ചതിന്റെ ശേഷം എല്ലാ ഔലിയാക്കന്മാരെയും അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. മഹാനരായ ശംസുൽ ഉലമായി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നേതൃത്വം കൊടുത്ത സമസ്തയിൽ നിന്നും ഭൗതിക താല്പര്യത്തിന് വേണ്ടി മാത്രം ഇവർ ഭിന്നിച്ച് ഇറങ്ങിപ്പോയി. ശംസുൽ ഉലമയുടെ ത്വരീഖ് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാർ വന്ന ഹദറത്തേതാ? അത് ശൈഖുനയുടെ തിരുഹദറത്താണ്. പോരാ, ഉള്ളാൾ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ചു മാറി നിൽക്കണമോ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാറിലല്ലേ എത്തിയത്. അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ നയിച്ചത്. ഉസ്താദല്ലേ, ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യും? അന്തൽ ഹഖ്, നീ ഹക്കിന്റെ മേലാവധി ഉറച്ചു നോക്കണം. കൂട്ടുകാരെ, തീക്കള്ളി കൊണ്ട് തലചൊറിയണ്ട. ഈ കളി ഔലിയാക്കളുടെ വഴിയിലുള്ളവരോട് നമ്മൾ ചെയ്തു പോയാൽ അവർക്ക് നഷ്ടമൊന്നും വരാനില്ല. ശേഷം മഹാനരായ ശംസുൽ ഉലമായി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഒന്ന് കേട്ടു നോക്ക്.
ഷെയ്ത്താന്മാർക്ക് കൊണ്ടുപോയിട്ട് കുത്തുബുൽ ആലമെന്നും സുൽത്താനുൽ ഔലിയാന്നും അതേപോലെ സ്വാഹിബുൽ വഖത്ത് എന്നൊക്കെ ഷെയ്ത്താന്മാരെ ചൂണ്ടിയിട്ട് നീ വിളിച്ചാൽ അതൊക്കെ അള്ളാന്റെ ഔലിയാക്കളാണെന്ന് വിചാരിച്ച് സായുജ്യമടഞ്ഞ് പഞ്ചപുച്ഛമടക്കിയിരിക്കാൻ ഞങ്ങളാരും കോമാടം തൊരീക്കത്തിൽ വയ്യത്ത് ചെയ്ത ആളുകളല്ല. സി എം വലിയുള്ളാഹിയുമായി ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾ സംസാരിക്കരുത്. സി എം വലിയുള്ളാഹിയും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമല്ല. നിങ്ങൾ സി എം വലിയുള്ളാഹിയുടെ പേര് പറഞ്ഞിട്ട് ഉമ്മത്തിൽ ഫിത്രയുമായി നടക്കുന്ന ഒരു സംഘം മാത്രമാണ്. നിങ്ങളെപ്പോലത്തെ ആളുകൾ സി എം വലിയുള്ളാഹിയുടെ വഫാത്തിന് ശേഷം മഹാനവറുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഫിത്തനുണ്ടാക്കി കുഴപ്പമുണ്ടാക്കി നടക്കുന്ന ഒരു വിഭാഗം വരുമെന്ന് ദീർഘവീക്ഷണമുള്ള ഞങ്ങളുടെ നേതാവ് ഷെയ്ഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നീ പറയുന്ന അസ്ഹാബുൽ വഖത്ത്, നീ പറയുന്ന മശായിഖ് എന്നൊക്കെ പറയുന്നത് ആരാന്ന് ഞങ്ങൾക്കറിയാം. സേവ കുറെ പിശാചി സേവാ സംഘങ്ങൾക്ക് കൊണ്ടുപോയിട്ട് വിലായത്തിന്റെ പട്ടം ചാർത്തി കൊടുത്തിട്ട് ഞങ്ങൾ അതിന്റെ മുന്നിൽ പഞ്ചമുച്ചമടക്കിയിരിക്കും എന്നാ നീ കരുതിയത്? നല്ലൊരു ഐഡന്റിറ്റിയാണ്. അന്ന് ഈ വിഭാഗക്കാർ മഹാനരായ ശംസുല്ലമയുടെ ഈ വാക്കിനെ തൻ്റെ കുഞ്ഞാടുകൾക്ക് പല രൂപത്തിലും പറഞ്ഞു പഠിപ്പിച്ചു. ശംസുലുലമ പണം മോഹിയാണ്, ആരിൽ നിന്നോ പണം പറ്റിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്, വഹാബികളിൽ നിന്നും പണം പറ്റിയിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്നൊക്കെ അണികളെ പറഞ്ഞ് പഠിപ്പിച്ചു. സാധുക്കളായ സുന്നികൾ ഈ കൂട്ടർ ഏതോ വലിയ കുത്തുബീങ്ങളാണെന്ന് വെച്ച് അതെല്ലാം അവർ കേട്ടു. പക്ഷേ കാലം മറന്നില്ല, കാലം തെളിയിച്ചു. അവർ ബിദ്അത്തിന്റെ ആശയക്കാരാണ്, പുത്തൻവാദികളാണ്, സുന്നികളല്ല. കാലം തെളിയിച്ചു. ഇപ്പോ വഹാബി കൂടാരത്തിലേക്ക് ഇതാ കടന്നിരിക്കുന്നു. നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. ഇപ്പോ എന്താ പറയുന്നതെന്ന്, എന്താ പറയേണ്ടതെന്നറിയുന്നില്ല. എന്തൊക്കെയോ വളവളാന്ന് സംസാരിക്കുന്നു, എന്തൊക്കെയോ വളവളാന്ന് സംസാരിക്കുന്നു. ആകെ ഒരു മറുപടി പറഞ്ഞ എന്താ, നിങ്ങൾ നേരത്തെ ഇതൊക്കെ പ്രസംഗിച്ചിരുന്നല്ലോ. അതാണ് ആകെ മറുപടി. ആകെയുള്ള മറുപടി ഇപ്പൊ അതാണ്. ഞാൻ പറഞ്ഞില്ല ഇതിന്റെ മറുപടി. വിശ്വസിക്കുന്ന കാലത്ത് നിയമം തന്നെ അതാണ്. ഒരാളിത് ഷെയർബാർക്ക എന്ന് പറഞ്ഞ് തന്നാൽ അയാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മതി. നമ്മളെന്നെ ഇപ്പൊ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്ത് യാത്ര ചെയ്യണില്ലേ? നെല്ലൂരിൽ പോകുന്ന മസ്ജിദിൽ അവിടെയൊക്കെ ഷെയർ മുബാറക്ക് കാണുമ്പോ നമ്മൾ തെളിവ് വയ്ക്കല്ലോ. തെളിവ് ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചവരല്ലേ നമ്മൾ. അവരെ വിശ്വസിക്കുന്നുണ്ടോ? ബറക്കത്തെടുക്കണം. ഇനിപ്പതാ 13-ാം തീയതി ശനിയാഴ്ച എല്ലാ ആസാറുകളും ജാബിയയിൽ വരുന്നു. അത് ബറക്കത്തെടുക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ആരോടും അതിന്റെ സനത് ചോദിക്കാറില്ല. അണികളെ പിടിച്ചിരുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അനസ് വാവൂരാണ് മദീനയിൽ നിന്ന്. ഇപ്പോൾ കുറച്ചായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ആദർശ മുന്നേറ്റം. ഈ എന്താണ് ഈ ആദർശ മുന്നേറ്റം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് ഞാൻ ചിന്തിച്ചു. അതുപോലെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു വ്യക്തികൾക്ക് എന്തെങ്കിലും അവരുദ്ദേശിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ അവരെ ആര് എതിർക്കുന്നുവോ അവരങ്ങോട്ട് ഉന്മൂലനം ചെയ്യുക. അത് ഏത് വിധത്തിലും, അവരെ ഇനി പേഴ്സണലി ആയാലും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഈ നൗഷാദ് ഹസനി എന്ന് പറയുന്ന ഈ വ്യക്തിയും ഈ തൊഴിയൂർ എന്ന് പറയുന്ന വേറൊരു വ്യക്തിയും കൂടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇവർ പർട്ടിക്കുലർ പ്ലേസ് ഇവർ സെലക്ട് ചെയ്തിട്ട് അവിടെയൊക്കെ ചെന്നിട്ട് ഇവർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഇതിൻ്റെ ഈ ആദർശം മുന്നേറ്റം എന്താദർശമാണ് ഇവർ ഇവിടെ പറയുന്നതെന്ന് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ജനം എന്നവർക്ക്, നമ്മളത്ര വലിയ ബലമാരി പഠിച്ച് തലയെ കെട്ടി അന്യൻ്റെത് നാക്കിയിട്ട് അതിന് നന്ദികേട് കാണിക്കണ പരിപാടി ഇന്ന് വരെ ചെയ്തിട്ടില്ല. ആ ഒരു ബലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ തലച്ചോറുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് ഈ ചെങ്ങായിയൊക്കെ വിളിച്ചു പറയുന്നത്.
എത്ര മോശപ്പെട്ട് ഓരോ ആളുകളെ പണ്ഡിതന്മാരെ തന്താന്നും അവന്റെ തന്ത എന്തൊക്കെ ഇവരൊക്കെ ഈ പിന്നെ ഇപ്പോഴല്ലേ ഇവര് ഈ കുറെ പിന്നെ ആളുകളെ തമ്മിൽ തല്ലിച്ച് എന്റെ നാട്ടിൽ വരെ ഈ നൗഷാദ് എന്ന് പറയുന്ന ഈ ചങ്ങായി വന്ന് തമ്മിൽ തല്ലിച്ചിട്ട് എന്റെ പേരിലടക്കം കേസുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. കാരണം ഇവനെയൊക്കെ നമ്മൾ അന്ന് അങ്ങനെ വിശ്വസിച്ചു പോയി. പക്ഷേ ഇപ്പോഴല്ല ഇപ്പം ഇവൻ കുറെ സമസ്തയിലെ വ്യത്യസ്തമായ സമസ്ത APK എന്നല്ല, ഈ സമസ്തയിലെ കുറെ AP സുന്നികളെ കൂടെ നടന്ന്, അത് കഴിഞ്ഞിട്ട് ഇതിന് ഇവിടെ ഒന്നും ചെലവാവില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ കുറെ EK സുന്നികളെ കൂടെ നടന്ന്, പിന്നെ അത് ശരിയാവില്ല എന്ന് കണ്ടപ്പം വേറെ എന്തോ കുറെ മുട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഇറങ്ങി. അപ്പം ഇവന്റെ നിലനിൽപ്പ് ഇവരൊക്കെ ഈ തലയിൽ കെട്ടി ഈ ഒരു കെട്ടിനെ സമൂഹത്തിന്റെ ഇടയിൽ ജാള്യതരാക്കരുത് എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ വിചാരിച്ചോളി, നമ്മളെ തൊള്ളയെന്ന് ഇനി വരുന്ന വാക്കുകൾ മര്യാദക്ക് അല്ലെങ്കിൽ പാച്ച തോന്നിവാസം ഇവനെ കുറിച്ചൊക്കെ ഇഷ്ടം പോലെ പറയാണ്ട്. ഇവന്റെ പെങ്ങന്മാര് കുറെ ചെവുമ കിടക്കണോലാണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വന്ന് പിരിച്ചിനി ഓലക്ക് സ്ത്രീധനം കൊടുത്താലേ ഓലെ കെട്ടിച്ച് വിടുള്ളൂ, ഓൽക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പിരിവുകൾ നടത്തിയിട്ട്. അതുപോലെ തന്നെ ഇപ്പം പുറത്തു വരുന്ന ചില കാര്യങ്ങളാണ്. ഇവരൊക്കെ മുമ്പ് കാലത്ത് ഇവരൊക്കെ ഉള്ളിന്റെ മനസ്സിന്റെ ഉള്ളിൽ നമ്മളൊക്കെ എന്തർത്ഥത്തിലാണ് ഇവരൊക്കെ വിശ്വസിക്കേണ്ടതെന്ന് നമ്മൾക്ക് സാധാരണക്കാർക്ക് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ പറയുന്നത് ഇപ്പൊ ഈ ഒരു പബ്ലിക്കിൽ ഇതൊക്കെ കാണുമ്പോൾ വളരെ ഒരു വേദന തോന്നുകയാണ്. കാരണം ഇവരൊക്കെ വെച്ചാൽ ഇത്രയും ഈ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇത്രത്തോളം അധപ്പതിച്ച് പോകാൻ പാടുണ്ടോ? ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളൊന്നൊരു നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് എന്ത് താട്ടെ അവരെ ആരെ പറയാ എന്ത് പറയുകയാണെങ്കിലും ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് ഇപ്പൊ ഈ രാഷ്ട്രീയക്കാര് വരെ പിന്നെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അതുപോലും ഫോളോ ചെയ്യാതെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആദർശ സമ്മേളനം അല്ലെങ്കിൽ ആദർശ മുന്നേറ്റം എന്ന് ബോർഡിൽ എഴുതി വെക്കുക, എന്നിട്ട് പച്ച തോന്നിവാസും നമീമത്തും ഏഷണിയും പറയല്ലേ വില പണികൾ. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് പണ്ഡിതന്മാരല്ല, നമ്മളെപ്പോലത്തെ സാധാരണ ആൾക്കാർ പറയും. നല്ല പച്ച തെറി പറയാൻ അറിയാതെ നമുക്ക് അറിയായിട്ടല്ല കാരണം ഇങ്ങനെയുള്ള ഈ തമ്മാടിത്തരം തരുന്നത്. ഇത് കാലം കുറെ നമ്മളിതൊക്കെ കേൾക്കണേ. എന്നിട്ട് ബലാണ് ഔലിയാക്കന്മാര്, ഓലാണ് ലോകം നിയന്ത്രിക്കണ ആൾക്കാര് ഒക്കെ പറഞ്ഞാൽ കുറച്ച് ഏറിപ്പോവും. വെറുതെ നിങ്ങളെപ്പോലത്തെ ഈ കള്ളന്മാരെയൊക്കെ സമൂഹം എറിഞ്ഞ് ഓടിക്കുന്ന സമയം വിദൂരമല്ല. നിങ്ങളൊക്കെ മനസ്സിലായിക്കോളി. നിങ്ങൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ഈ പബ്ലിക്കിന്റെ ഇടയിൽ. പൊതുവെ ജനങ്ങളൊക്കെ കാണുമ്പോൾ ഓനൊരു ഉസ്താദാണ് എന്നൊക്കെ ഉള്ളത്. ഈ ഒരു വിലയും നിലയും നിങ്ങളെപ്പോലത്തെ ആളുകൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഇല്ലാതാക്കി. ഇപ്പം തന്നെ അധികം ആൾക്കാരും നമ്മളൊക്കെ പല ആൾക്കാരും ഇങ്ങനെ അഭിപ്രായപ്പെടാറുണ്ട്, ആരെ നമ്പിയാൽ ഇതുപോലത്തെ ജാഹിലീങ്ങളെ നമ്പരുത് എന്നുള്ള അവസ്ഥയിലെത്തിക്കുന്നു. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പല പോക്കിരിത്തരം കൊണ്ടാണ്. നമ്മളൊക്കെ പറഞ്ഞ എന്റെ നാട്ടിൽ ഞാൻ ഈ നൗഷാദ് പറയുന്ന വ്യക്തിയെ ഇതേമാതിരി ഒരു പരിപാടിക്ക് പിന്നെ വന്നു. അങ്ങനെ പരിപാടിക്ക് വന്നിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ അണ്ണാക്ക് മുന്നോളം ഞണ്ണും വേണം, കീശ നിറച്ച് പൈസയും കൊടുക്കണം. അപ്പം ഈ സമയത്ത് ഞണ്ണി അണ്ണാക്ക് മുട്ടാനായപ്പം ഏമ്പൊക്കെ ഇട്ടിട്ട് പറയാണ്, പിന്നെ ഇനി ഒരു പരിപാടി വെച്ചാൽ നമുക്ക് എന്തായാലും മറുപടി വെക്കണം, എന്നാലല്ല ഈ നായിക്കൊക്കെ പിന്നെ വന്നിട്ട് അടുത്തത് ഒലത്താൻ കഴിയുള്ളൂ. ഇവിടെ വിഷം തോന്നിവാസം ഛർദിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ കഴിയുള്ളൂ. എന്നാലല്ലേ ഇവന്റെ കീശയ്ക്ക് വല്ലതും വരുള്ളൂ, ഇവന്റെ അണ്ണാക്ക് വല്ലതും ചെല്ലുള്ളൂ. ഇതൊക്കെ പറയേണ്ടി വന്നതിൽ വളരെ ഖേദമുണ്ട്. കാരണം ഇത് കുറെ ആയി നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കണം, മിണ്ടാണ്ടിരിക്കുകയാണ് കുറെയൊക്കെ. സാധാരണ ജനങ്ങൾ ഇതിന് ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് നാലങ്ങോട്ട് പറച്ചിൽ തുടങ്ങി ഞങ്ങളൊക്കെ തന്നെത്താലെ നിർത്തിയിട്ട് പോകും. ഇതൊന്നും ആർക്കും അറിയിട്ടല്ല. ഇപ്പൊ അതിനൊരു തെളിവാണ്. ഇപ്പം പിന്നെ ഇവിടെ ഉള്ള ഒരു പിന്നെ EK സമസ്തന്റെ ഒരു ഉസ്താദിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ട്, അവരെ ഇവര് കോണ്ടാക്ട് ചെയ്തിടുന്ന് ഞങ്ങളെ വെല്ലുവിളിക്കണം എന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് പബ്ലിക് ജനങ്ങളെന്തായി ഈ എല്ല് വെള്ളമാക്കി പല പ്രവാസികൾ ഉണ്ടാക്കി കൊടുക്കുന്ന പൈസ നാക്കിയിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇവർക്കൊക്കെ ഈ പരിപാടി തുടങ്ങിയത്. ഓനെ വെല്ലുവിളിക്കണം. നിങ്ങൾ ഒരു ഈ രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള
പരിപാടികൾ. എന്നിട്ട് വെല്ലുവിളിപ്പിച്ചിട്ട് അപ്പം എന്താവും, ഏപ്പിക്കാരോ അല്ലെങ്കിൽ മറ്റോർക്ക് പരിപാടി വെക്കാൻ നിർബന്ധിതന് അപ്പം തന്നെ ക്ഷണിക്കും. ഇത് ഈ ഒരു സംഘടന ഇവന്റെ ഈ തട്ടിപ്പ്, ഇവരുടെ കുറച്ച് ആൾക്കാരുടെ തട്ടിപ്പ്, ഒരു സംഘടന അത് അവരുടെ മുൻവിധിയാൽ പിടിക്കപ്പെട്ടിട്ട് ഇവനെ പുറത്താക്കിയുള്ള വൈരാഗ്യമാണ് ഇപ്പൊ ഈ പബ്ലിക്കിൽ സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗിച്ച് നടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇവരുടെയൊക്കെ ഇവരൊക്കെ എന്ത് ദീൻ പഠിച്ചാണ്, ഇവരൊക്കെ എന്ത് ദീൻ പഠിപ്പിച്ചവരാണ്, ഇവരൊക്കെ ഈ തലയെക്കെട്ടി കെട്ടിയിട്ട് ഈ കയറി. കാരണം ഇതൊക്കെ ജനങ്ങൾ, കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ കാണുന്നില്ലേ? തമ്മാടികൾ എന്നേ ഇവരൊക്കെ പറയാൻ പറ്റുള്ളൂ. റസൂല് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ നിന്ന് പറഞ്ഞതാണ് അവസാന കാലം വരുമ്പോ ഇതുപോലത്തെ കുറച്ച് മുനാഫിക്കീങ്ങൾ ഇറങ്ങുന്നുള്ളത്. അത് എത്ര സത്യമാണെന്ന് നമുക്കൊക്കെ നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാർക്ക് ബോധ്യപ്പെടുകയാണ്. അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. ഇനി നമുക്ക് എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു, കാണാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വെയിറ്റ് ആൻഡ് സീ.